പോയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ സീ യു. അപ്പോൾ നമ്മൾ എങ്ങോട്ടായി പോണേന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അല്ലേ? ഒരു യാത്ര പോവുകയാണേ. പുഴയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ മക്കൾ? അപ്പോൾ പുഴയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് കേട്ടോ. ഓല് ഇബ്ബച്ചി നാട്ടിൽ വന്നപ്പോൾ പുഴയ്ക്ക് പോവുക പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയതായിരുന്നു സ്വൈരം കെടുത്തൽ. അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് പുഴയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് കുട്ടികൾ പറഞ്ഞ് നമുക്ക് പുഴയിൽ വെച്ചിട്ട് ഒരു കത്തുപാട്ടും ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഫ്രൂട്ട്സും കുമാരിയൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും കൂടി. എൻ്റെ 3 മക്കളുണ്ട്, മൂത്തച്ഛൻ്റെ ഒരു കുട്ടിയുണ്ട്, പിന്നെ എൻ്റെ ആങ്ങളേൻ്റെ 2 കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇതാ നാട്ടുകാരെ പാടത്ത് പോയി ഇങ്ങാണ്ട് വാഴൻ്റെ ഇലയൊക്കെ വെട്ടിപ്പോരുന്നുണ്ട്. പിന്നെ കിട്ടാത്ത ഫ്രൂട്ട്സൊക്കെ കുറച്ച് അപ്പുറത്ത് വേറൊരു കടയിൽ പോയിട്ട് അവിടെ നിന്നും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തു. പുഴേൻ്റെ ഓരത്തെത്തി കുട്ടികളും മക്കളും സഞ്ചിയും സാധനമൊക്കെ എടുത്തിറങ്ങി പോരാ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഫ്രൂട്ട്സും പെരിന്ന് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടാട്ടോ കൊടു നിൽക്കുന്നത്. പിന്നെ മാറ്റാനുള്ള തുണികളും ഡ്രസ്സും എല്ലാതും വണ്ടിയിൽ കുത്തിപ്പൊക്കി ഇട്ടിട്ടാണ് നിൽക്കുകയാണ്. അങ്ങനെ പുഴയിലെത്തിയ പാടന്നെ എല്ലാവരും വെള്ളത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കണ്ടാൽ പിന്നെ ഓല് നിലത്ത് നിൽക്കൂലല്ലോ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചു. നല്ല നട്ടിച്ച വെയിലത്താട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കുട്ടികൾ വേഗം വറക്കും. വൈകുന്നേരമായ ഒരു 4-5 മണിയായ കുട്ടികൾ വെള്ളത്തിലിറങ്ങിയാൽ നല്ലോണം വറക്കും കേട്ടോ. അത് കുറേ അനുഭവങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഓലിട്ട് പോരുമ്പോൾ നട്ടുച്ചയ്ക്കേ പോരാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ആ സമയത്ത് വന്ന് ഒരു കുറച്ച് നേരമൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നത് തണ്ണിമത്തനും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ വഴിയിൽ നിന്ന് വാങ്ങി ഇവിടെ വെച്ചിട്ട് തന്നെ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാലയൊക്കെ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊടുന്ന് അതൊക്കെ ഒഴിച്ച് പിന്നെ എല്ലാവരും പാടെ കൂടി കലപില കൂടി എന്താ പറയുക കൈയിട്ട് മാന്തിയൊക്കെ പാടെ വിരകി അങ്ങനെ തിന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പുഴൻ്റെ ഓരത്തിരുന്നിട്ട് ആ പാറമ്മ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്ന് കഴിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിരുന്നു. അന്ന് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പുഴയിൽ പോയിട്ട് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നേരം ഓല് വെള്ളത്തിൽ കളിച്ചിട്ട് കയറിയുണ്ടോ എന്താണെന്ന് അറിയില്ല. നല്ലോണം തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എരിവും പാകത്തിന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്നത്തെ ദിവസം എന്തായാലും ഉഷാറായി അടിച്ചു പൊളിച്ചു കേട്ടോ. പിന്നെ ബറാത്തിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫ്രൂട്ട്സ് കത്തുപാട്ടിൻ്റെ ട്രെൻഡൊക്കെ കഴിച്ചിട്ടാണെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോത്ത് വന്നിട്ട് അവിടെ പുഴയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് മൂത്രമൊഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അയ്യേ ഞങ്ങൾ ഈ പുഴയ്ക്ക് ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എവിടെ എത്ര ഇതൊക്കെ തിന്നില്ല കഴിഞ്ഞപ്പോൾ വീണ്ടും ചാടി. അങ്ങനെ ഒരുപാട് നേരം പുഴയിലൊക്കെ കളിച്ച് പിന്നെ ഞങ്ങളൊരു വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ.